ശാന്തരാകും. എല്ലാവരുടെ സെൽഫി എടുക്കുന്നതായിരിക്കും. നിന്റെ ആരാധകര് ഒന്ന് പോയാടാണ്. നീ കാരണമാണ് ഞങ്ങൾ ഗഡിയിലായത്. ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? പോരാ ചെറിയൊരു പരിപാടി. നമസ്കാരം. ഡെപ്യൂട്ടി ഇല്ലേ? വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എന്റെ ആവശ്യമില്ലേ സാറേ? ഒരു മിനിറ്റ്, ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാ. ചായം കടിയൊന്നും കൊടുക്കല്ലേ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്, അതാ. വരണം വരൂ. ചോദിക്കട്ടെ? ഇരിക്കണം സാർ. ഇരിക്കൂ. ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല, മടിക്കണ്ട, കടന്നു വരൂ. കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട. രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി. സത്യല്ല? എല്ലാം കൊള്ളാം. പക്ഷേ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പോയിന്റ്. പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും? ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ എടുത്തത്? പറ. നട്ടപ്പാതിരിക്ക് ഉറക്കം കൊളഞ്ഞ് കാട്ടി കയറിട്ട് അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റുകാരോടും ഒടുക്കത്തെ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുനാള് കൊടിയിറങ്ങുമ്പോൾ പാപ്പച്ചനൊന്നുകൂടെ കയറി വരും. കാട്ടുപോത്ത് എരുമയെ മാറിയതിന് കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണിയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം? ചിന്തിക്കാം. ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി. പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽ ചൊന്നിട്ട് ക്യാമറ കളിച്ചിട്ട് പോകും. വിളിക്കണം. ഞാൻ നടക്കട്ടെ സാറേ. അപ്പൊ ശരി, അപ്പൊ നമസ്കാരം. ആരും ബഹളം വെക്കണ്ട, ശാന്തരാകുവിൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാന്യമിത്രങ്ങളെ, രാജാക്കാട് പോത്ത് കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ ഖേദമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല. നമുക്ക് പിരിയാം. സന്തോഷം. തൊണ്ടിയിൽ ആമ്പല് കൊടുത്തുന്നു. നിന്റെ ഒരു എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. ഇവന് പ്രാന്താണ്. ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. മാറിയ എല്ലാരും ബാഗ് ചെയ്തോ. കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച അവസാനം എന്നെ തോക്കൊണ്ട് ഒടിക്കലടാ കഴിവേറി. അപ്പച്ച എന്താടാ? ഒന്നുമില്ല. ഇനിയിപ്പൊ നിന്റെ കേസ് തരാതെ തീരുമാനമാവോ? പോലീസുകാരുടെ ഫോറസ്റ്റുകാരോട് അവന്റെ ഒരു കൂത്തിക്കഴപ്പ്. നിന്റെ നോക്കിറങ്ങിപ്പോയോ? മതി. അല്ല, അപ്പുറം നടക്ക്. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും. ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. അപ്പം പോയി. എടാ തങ്കച്ച, എന്തെങ്കിലും വഴിയുണ്ടോ? തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം. എടാ അങ്ങേർക്ക് മുഴുത്ത വട്ട ആൾക്കാർ മുമ്പ് വെച്ച് ക്രിക്കറ്റ് കുത്തും. എൽസിയെ നമുക്കൊരു മനസ്സൊന്നും ഇല്ലായിരുന്നു. ഏത്? ഞാനും പോയി വല്ലതും കഴിക്കട്ടെ. കുഞ്ഞുമോളാണ് 2 തവണ വിളിച്ചായിരുന്നു. പോയേക്കാണേ. എടാ, ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ആരെ? ആന. അണ്ണാനും വാ പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവക്കം പുച്ഛം. തിന്നാനൊക്കെ വല്ലതും കിട്ടിയായിരുന്നോ അവിടെ? പിന്നെ അവിടെ നല്ല ഉഗ്രൻ. വേണ്ട, ഇനി തള്ളണ്ട. അല്ല, പോരായിരുന്നു. ജയിലല്ലേ. എന്തായാലും നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. പോത്തു പാപ്പച്ച് നല്ല പേരാ.
എന്തായാലും പാമ്പു അപ്പച്ച മാറി കിട്ടി. റീനെ, ആ ഫോറസ്റ്റുകാർ എന്ന് വന്നപ്പം കംപ്ലീറ്റ് സാധനം കൊണ്ടുപോയോ? ഞാൻ 1.5 കിലോ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു, അതും. നീ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുവാടാ? പോയി കുളിക്കടാ, നിനക്ക് പള്ളി പോണ്ടേ? ഈ അമ്മച്ചിക്ക് എന്താ? നിന്നെയല്ല, അതെനിക്കുള്ളതാ. ഇതിനൊക്കെ കാരണക്കാരനോ ജെയിംസാ, മാറി. ഡീ ആ സാരി ഒന്ന് അലമാരിന്ന് എടുത്ത് പുറത്തു വെച്ചേ. ഏതാ അമ്മേ? പള്ളി പെരുന്നാളൊക്കെ അല്ലേ, നല്ല നല്ല സാരി എടുത്ത് കൊടുത്തോ, കളറാവട്ടെ. ഓ, വാങ്ങിച്ച അലമാരിൽ നിറച്ചു വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്കാൻ. എന്താണാവോ ചാച്ചനും അമ്മച്ചിയോട് ഇത്ര സ്നേഹം? സ്നേഹം കൊണ്ടല്ല, ആ ജെയിംസ് പള്ളിമുറ്റി തന്നെ കാണും. ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ അവന് നല്ല പണിയാവും, ചാച്ചിന് നല്ല ഗുണമാവും. കാര്യാക്കണ്ട, തട്ടിക്കോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. പുതിയ സാരിയാണോ ഇത്? 2 വർഷം മുമ്പുള്ള പള്ളി പെരുന്നാൾ എടുത്തതോ. ഓ, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയോ? പിന്നെ ഞാൻ സത്യം മാത്രമല്ലേ പറയാറുള്ളൂ. ആ അതാ ചോദിച്ചേ. അല്ല, പറയീന. എന്നെ കാണാൻ ഭംഗിയില്ലാന്ന് എപ്പോഴെങ്കിലും ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? പറ. എന്താ മോളെ ഇത്? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. ഹേയ്, തോന്നലൊന്നുമല്ല. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ചിരിക്കുമ്പോൾ ഈ ഓന്ത് ഇയലിനെ പിടിക്കാൻ പോണ പോലത്തെ ആ ഒരു look. അയ്യോ പോ കുന്തം. എടാ പാപ്പച്ച, ആ ഇങ്ങ് വന്നേ. ഇതുവരെ കുളിച്ചില്ലേടാ നീ? ഒന്നിങ്ങ് ഓടി വന്നടാ. എടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട്. എന്ത്? എടാ പന്നി, കാട്ടുപന്നി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിനെങ്ങനെയും കയറ്റി വിടും. ഓ ഇതാ ഇപ്പൊ നന്നായേ. ആലിങ്ക പടുത്തപ്പോ കാക്കയ്ക്ക് വായ്പണെന്ന് പറഞ്ഞ പോലെയാ. നീ ചെന്ന് വല്ല കമ്പിമരയോ വല്ല കോടാലി വല്ല എടുത്തോണ്ട് വാ, നമുക്ക് പോയി കൈ നോക്കാം. തങ്കച്ച, ഈ മാസം ഇനി വേണോ? നമുക്ക് പള്ളി പെരുന്നാൾ കഴിഞ്ഞിട്ട് നോക്കാം. ചേട്ടാ എന്റെ പൊന്നു പാപ്പച്ച, നീ ഒന്ന് വാടാ, ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു. വാ ഇങ്ങോട്ട് നടക്ക്. എടാ തന്ന മതിരി ആടിയ മോള് വേലിയെങ്കിലും ചാടണ്ടേ? നീ പോലീസുകാരെ വിളിച്ചോണ്ടോ? ഞാൻ പറഞ്ഞത് പറഞ്ഞാ മതി. സാറേ ഈ പള്ളിമിറ്റത്ത് എന്തെങ്കിലും നടന്ന ഇടവക്കാരെ ഞങ്ങൾ ഇത് അറിയണ്ടേ അല്ലേ? ആ കാര്യം പറയാൻ പോവല്ലേ? നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള്, ആ ക്ലീനറുകാരൻ പയ്യൻ, അകത്ത് ഡിങ്കാ ഡിങ്കാ. ഞാനത് കണ്ടോട്ടെ. അച്ഛൻ വന്നല്ലോ. ഇനി അച്ഛൻ തുറക്കട്ടെ. നീ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അലങ്കോലുണ്ടാക്കല്ലേ? എന്നുവെച്ചാ ഞാനൊന്നും ചെയ്തില്ല. അച്ഛൻ തുറന്നു നോക്ക്. വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ അച്ഛൻ തുറന്നു നോക്കി. അച്ഛൻ തുറന്നു നോക്ക്. കാര്യങ്ങൾ അറിയാലോ. തുറത്ത് കൊളിച്ചു നോക്കാം. ഞാൻ ഉണ്ടാക്കിയതാ കുഴപ്പം. ആ കണ്ടോ 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 എല്ലാരും കണ്ടോ? നോക്കിയാ കണ്ടല്ലോ. ഇതൊന്നും ഈ പള്ളി പരിസരത്ത് ഇതൊന്നും ഞാൻ മക്കളെ അങ്ങോട്ട് ചോദിക്കോ. എന്താ എല്ലാവരോട് നോക്കിക്കുന്നേ? എല്ലാവരും സ്റ്റേജിലേക്ക് പോയേ. എല്ലാരും പോയേ. അച്ഛൻ പോയിക്കോ. ജെയിംസേ, നീ അങ്ങേറ്റത്തെ പണിയാ കാണിച്ചത്. ഞാൻ കാണിച്ചാണോ കുഴപ്പം? ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ല. പിടിച്ചിട്ടു. ലാസ്റ്റ് 9 അതിനിടയ്ക്ക് ഉണ്ടാക്കാതെ പോടാ. സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാൻഡ് മേളമാണ്. അതിനുവേണ്ടി ചാലക്കുടി കൈരളി ബാൻഡ് സെറ്റിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഇനി ഒന്നും നോക്കണ്ട. അടിക്കാൻ കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ ചേട്ടാ. പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം. വേണ്ട അടിക്കട്ടെ. സമാധാനം പറയേണ്ടി വരില്ലോ. അയ്യോ കിടന്നുരുളല്ലേ മുണ്ടഴിയും പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ.
പോലീസ് ജെയിംസ് വിടാ. ജെയിംസ് എടോ താനോടാ പറഞ്ഞു വിടാ. ജെയിംസ് ഇവിടെ പറഞ്ഞു തന്നു. വിടോ. ഓ ഡാ, ഡാ. ഒരു പോലീസുകാരനെ തൊട്ടാലുള്ള വകുപ്പ് എന്താന്ന് നിനക്കറിയാവോ? ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. പോടാ പോടാ ഏ പോടാന്ന്. പോടാന്നു സാറേ, ഇവന്നെ പോടാന്ന് വിളിച്ചു. ജെയിംസ് ഇങ്ങോട്ട് പറയുന്നത് ആ ചോദിക്കും സാറേ. താൻ ഇപ്പോഴും 5 മീലിൽ നിന്ന് ഉള്ളിമാന്തി കളിക്കണ പോത്തന്മാര് നാണില്ലല്ലോ. സാറേ, എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു 353 ഇവന്റെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? ഇല്ല, സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് തൽക്കാലം വിചാരിച്ചു. കേസ് കൂട്ടൊന്നും വേണ്ട. നാളെ ഡിപ്പാർട്ട്മെന്റാ. ഇറങ്ങി പോടോ. കേറാ അങ്ങോട്ട്. ആ അങ്ങോട്ട് നടക്കണം. ഇതിപ്പോ എന്താ കേസ്? സാറേ, ഇത് ഓൺലൈൻ തട്ടിയപ്പോ സാറേ ജർമ്മൻ ഷപ്പേന്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ട് കുറുക്കന്റെ കുട്ടീനെ കൊണ്ടുകൊടുത്തു. അതൊരു വെറ്റിനറി ഡോക്ടർക്ക്. അത് ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് പോകാൻ തുടങ്ങി. ആ ഡോക്ടർ കംപ്ലൈന്റ് തന്നുകൊണ്ട് നമ്മൾ മരങ്ങ് പൊക്കി. ഇവർക്ക് ഈ കേസ് മാത്രമല്ല സാറേ, ആ പുറത്തിരിക്കുന്ന അടുത്തിടെ എരുമനെ അടിച്ചോണ്ട് പോയിട്ട് അതിനെ അവിടെ കൊണ്ടുപോയിട്ടു. ആഹാ, എടുക്കന്മാരാണല്ലോ. ഇതെന്ത് സ്റ്റേഷനാണോ? പട്ടിയും പൂച്ചയും പോത്തും മാത്രമുള്ള. ആ സാറേ, എൻ്റെ ഇവിടുത്തെ സ്റ്റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇമാരോട് അഡ്ജസ്റ്റ് ചെയ്തോളാം. 2 ദിവസം കഴിഞ്ഞ് വെക്കേറ്റും ചെയ്യാം. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ജമന്തി ലോഡ്ജാണല്ലോ. സാറേ, അവന്റെ ആഗ്രഹം ഒന്ന് സഹായിച്ചു കൊടുത്തേ. ആ സൂക്കേട് ഞാനങ്ങ് തീർത്തോളാം. വേണേ അതിന്റെ റെന്റ് സാർ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. താങ്ക് യു ജെയിംസ്. ഇനി ലോകബന്ധം വേണ്ട, തനിക്ക് ജാമ്യം കിട്ടി. ഓ, ദേ അടുത്തത്. അതിന് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ജാമ്യം എടുത്ത് വെറുതെ. കേസ് എടുത്തിട്ടില്ലെങ്കിൽ ജാമ്യം ഡബിൾ വാലിഡാ. ഓ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ. തനിക്കെതിരെ എങ്ങനെയാ മാശമ്പളം? പാപ്പച്ച, ഞാൻ വാഴകൃഷിയൊക്കെ നിർത്തി. ഇപ്പൊ എനിക്കിട്ടാണ് കൃഷി. അതല്ല, ഇപ്പൊ ഫുൾ ടൈം കോടതിയാ. തന്റെ വൈഫ് തന്നിട്ടുള്ള വക്കാലത്തുണ്ട്. വേണ്ട. ഇത് സാറേ, ഒരു മിനിറ്റ്. അവന്മാരെ ഒന്ന് കട്ടോട്ടെ. നമ്മുടെ പിള്ളേരെ അടുത്ത കേസ് പോലീസ് തിരിച്ചു മറിച്ച് ചോദിക്കും, ലാത്തി വച്ച് ഉരുട്ടും. പക്ഷേ ആ പോത്താണ് ഈ എരുമെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ. എടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഒഴിവാക്കിത്താ. ഇനി നാണം കെടാൻ വയ്യ. ഞാൻ പറയില്ല. പിന്നെ ഇവൻ ഇതാരാ? ട്രെയിനിയാ? ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. അല്ല, എന്ന് വെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ. എടാ, പിന്നെ നീയോ കൂടി ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാടാ ഇത്രയും കാലം എന്നെ മുയലർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചത്? അതിലൊറ്റ മുയൽ പോലും ഇല്ലായിരുന്നല്ലേ? കൊണ്ടുവന്നാ നല്ല അസല് കാടനാ. കാട് മൊതിച്ച് നടന്നവനാ. ഇതുപോലത്തെ ഹെവി ഡീലിങ്സിന് രാത്രി തന്നെ ബെസ്റ്റ്. ഇനി മുതൽ അങ്ങനെ മതി. എനിക്കും രാത്രിയാണ് ബ്രോ ഇഷ്ടം. കേട്ടോ? ശരി, പേ പിടിക്കാൻ ഞാൻ നോക്കി. എക്സ്ക്യൂസ് മീ. സോറി. താങ്ക് യു. മാറ്. കേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. നീ എന്തിനാ ഈ വക്കലിന് ചോദിച്ചു കേട്ടോ? വരട്ടെ സിഐ. എരുമയുടെ ഓണർ. അമ്മച്ചി, ശരിക്കും 4 ലിറ്റർ കറവ ഉണ്ടായിരുന്നു. നല്ല കറവുണ്ടായിരുന്നു. അതിന് 40,000 രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നതാ. നാറുകൾ അതിലും പറ്റിച്ച് 10,000. എടാ, ഈ പോത്തിന്റെ ഇറച്ചിലും എരുമയുടെ ഇറച്ചിലും വല്ല വ്യത്യാസമുണ്ടോ? ഇടി കൊള്ളുമ്പോ ഒരു വ്യത്യാസമില്ലല്ലേ. ഈ വക്കാലത്തിനൊട്ടൊന്ന് ഒപ്പിട്ടെന്നേ. പാപ്പച്ച, ഇതൊന്ന് ഒപ്പിട്ടെ. എനിക്ക് ഇനിയും ഇത് ചുമന്നോട്ട് നടക്കാൻ പറ്റില്ല. എന്തിനാ സാറേ ഒപ്പ്? ഇനി മേലിൽ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തലവേദനയുമായി ഇങ്ങോട്ട് വരില്ല എന്നതിൻ്റെ ഉറപ്പിന് ഒപ്പിട്. അപ്പൻ്റെ തോക്ക് കിട്ടിയ പിന്നെ എന്നാ കേസും കോടതി ഇട്ടുവിടും പാപ്പച്ച. പിന്നല്ലാതെ ഇട്ട് കൊടുത്തേര് വാപ്പച്ച. പാപ്പച്ചനൊരു കുരുക്കൂലല്ലോ. അതോ തനിക്ക് തൊണ്ടിറിച്ച് കിട്ടാൻ ഫോറസ്റ്റുകാർ തോക്കും കൊണ്ട് കാട്ടി കയറണോ? ഒപ്പം മറന്നുപോയി കാണും. സാറേ, ഒന്ന് വരുമോ? എന്തിന്? ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയണേ, പ്ലീസ്. സാറേ, 10 ലക്ഷം രൂപ. ഏത് 10 ലക്ഷം? ഈ നാട്ടുകാരെ തെണ്ടുകളുടെ മുമ്പിൽ പാപ്പച്ചനെ ഊശിയാൻ വയ്യ. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സാറിന് ഒരു 10 ലക്ഷം രൂപ തന്നു. എപ്പോ? പാപ്പച്ച, സർവീസും കഴിഞ്ഞ് സാറിന് പെൻഷൻ വാങ്ങണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സാറ് 10 ലക്ഷം രൂപ കൈപ്പറ്റിയതായി ഈ വിജയനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു തണ്ടിയോ പറഞ്ഞു നടക്കണം. കൈക്കൂലി കേസ് സ്വയം പറഞ്ഞു നടക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. നീ വേറെ വല്ലതും പറ. കൈക്കൂലി കേസാ? വേറൊന്നുമല്ല, ആ ജെയിംസിന്റെ കൂടെ നിന്ന് കള്ളമാസർ എഴുതിയ BF-മാർ മാത്രമല്ല, തൊണ്ടി മുതൽ ഒളിപ്പിച്ച സാറിനും പൊട്ടി ഞാനൊരു കുഴി. നല്ല കാട്ടുപോത്ത് വീഴുന്ന കുഴി. വിജയ, ഒന്ന് വെളിയിലേക്ക് സാറേ, ഞാനും ഉണ്ട ചോറ് 10 ലക്ഷം രൂപ വാങ്ങി ശരവൺ സാറ് സാറിന്റെ കൈകൊട്ട് ഒരു വട്ടം പറഞ്ഞാൽ മതി. തൽക്കാലം നാട്ടുകാരുടെ വാടപ്പിക്കാം. പിന്നെ ഞാൻ ഈ കേസും വിടാം.
അപ്പൊ ഞാൻ കുഴിമുട്ടണോ അതോ 10 അല്ല സാറേ, 15-20 ലക്ഷം രൂപ തന്നെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ. പാപ്പച്ചനല്ലേ ആള്, തരാനൊന്നും പോകുന്നില്ലല്ലോ. 20 ലക്ഷം ഒന്നും വേണ്ട. കള്ളത്തരാന്ന് വിചാരിക്കും. അത് സത്യം. എനിക്കത് നാണക്കേടാ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒപ്പിടുവല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇത് മിസ്യൂസ് വല്ലതും ചെയ്തായിരുന്നോ? ഓ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. കുട്ടിക്ക് സെൽഫി വല്ലതും എടുക്കണോ? വേറെ ആർക്കെങ്കിലും? ഓക്കെ, അടുത്ത വെടി കേസിനാണ്. കോട്ടെ സാറേ, അതെ, ഈ തോക്ക് നേരെ കൊണ്ട് കൊടുത്ത് അപ്പനും മോനും തമ്മിലുള്ള പണക്ക് അങ്ങ് തീർത്തേക്കണം. പറ്റുകയാണെങ്കിൽ ഒരു ഉമ്മയും കൊടുത്തേക്കണം. ആ പാപ്പച്ച, ധൃതിയിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ വന്നിട്ട് വെടി വെച്ചാ പോരെ? 1 മിനിറ്റ് പോലെ. എന്നാത്തിനായിരിക്കും ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു? എനിക്കറിയത്തില്ല. പുതിയ എന്ത് പ്രശ്നമോ പാപ്പച്ച? ശരവണ സാറന്തി. ആ സാറേ, കിട്ടി സാറേ. ഇത് കേട്ടാ സാറ് ഞെട്ടും. ഞാനൊരു തവണ ഞെട്ടി. പാപ്പച്ചൻ വീണ്ടും വന്യമൃഗത്തെ ആക്രമിച്ചു. ഇപ്രാവശ്യം പോത്തല്ല, പന്നിയാ, കാട്ടുപന്നി. കോടാലിക്കായി ഒറ്റയടിക്കാ തീർത്തത്. സാറെന്താ ഞെട്ടാത്തത്? നിങ്ങൾ ആരും എന്താ ഞെട്ടാത്തേ? ഞെട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ല സാറേ. ജെയിംസേ, പോലീസുകാരാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? അവൻ പോത്തിനെയും പന്നീനെയും മാത്രമല്ല പുലിയെ വരെ വെടിവെച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. അതൊക്കെ കേട്ട് ഞാൻ തുള്ളാൻ നിന്നാലേ റിട്ടയർഡ് ആകുമ്പോ ഞാൻ മുറുക്കാൻ കട നടത്തേണ്ടി വരും. സാറിപ്പം പോ. ഇവരെ ലക്ഷങ്ങൾ പാപ്പച്ചന്റെ എണ്ണി വാങ്ങിച്ചോണ്ട കേസം കൂടെ ഒതുക്കി. ആ പരിപ്പിന് ഇവിടെ വേവൂല. മനസ്സിലായ പോലീസാറാ? ആണോ? സാറേ